ഒന്ന് ഉഹദ് യുദ്ധം നടന്ന സ്ഥലം. ഇൻഷാ അല്ലാഹ് നമുക്കത് കാണാം. ഉഹദ് രണാങ്കളം. ആ ഉഹദ് രണാങ്കളത്തിലാണ് മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട എളാപ്പയാണ്. ഒരുപാട് ത്യാഗങ്ങളും വേദനകളും സഹിച്ച് കൈകാലുകൾ മുറിക്കപ്പെട്ട്, ശത്രുക്കളാൽ കൈകാലുകൾ മുറിക്കപ്പെട്ട്, കണ്ണുകൾ ചൂഴ്ന്നെടുക്കപ്പെട്ട്, തലയോട്ടി കുത്തിപ്പൊളിച്ച്, കരള് മാന്തി പറിച്ചെടുത്ത് ചവച്ച് തുപ്പി ശത്രുക്കൾ വൈരാഗ്യം തീർത്ത ഹംസ റളിയല്ലാഹു അൻഹു അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അതിന് പുറമെ 69 മഹാന്മാരുണ്ട്. ഇൻഷാ അല്ലാഹ് അവരെ നമുക്ക് അവിടെ അടുത്ത് പോയി ഫാത്തിഹകളും സൂറത്തുകളും ഓതി ദുആ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ട്. അല്ലാഹു മഹാന്മാരെ ബർക്കത്തോടെ നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ഒരുപാട് ചരിത്രങ്ങളുണ്ട്. പെട്ടെന്ന് പറയാം. അവിടെയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാഴ്ചയാണ് നമ്മളെ മുന്നിൽ കാണുന്ന ഉഹദ് പർവ്വതം. കാണുന്നില്ലേ? 6 കിലോമീറ്റർ പരന്നു കിടക്കുന്ന ഈ ഉഹദ് പർവ്വതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച പർവ്വതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പർവ്വതത്തെ ഇങ്ങോട്ടും സ്നേഹിച്ചിട്ടുണ്ട്. ഇതിന്റെ ചോട്ടില് ഒരുപാട് ചരിത്രങ്ങൾ നടന്നിട്ടുണ്ട്. ചെറിയ വാഹനങ്ങൾ എടുത്ത് നമ്മൾ പോയാൽ എല്ലാ സ്ഥലങ്ങളും കാണാം. ഇൻഷാ അല്ലാഹ് വലിയ വാഹനങ്ങൾ കൊണ്ട് നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ മാത്രമാണ് ഇപ്പൊ പറയുന്നത്. ഒന്ന് ഹബീബ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ പവിത്രമുള്ള പർവ്വതം, സ്വർഗത്തിൽ ഈ പർവ്വതം ഉണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പർവ്വതം സ്വർഗത്തിൽ ഉണ്ടാകുമെന്നാണ് മുത്തനബി പറഞ്ഞിട്ടുള്ളത്. സ്വർഗത്തിലുള്ള പർവ്വതമാണ്. സ്വർഗത്തിന്റെ ഒരു കവാടത്തിന്റെ അരികിൽ ഈ പർവ്വതം നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. 6 കിലോമീറ്റർ പരന്നു കിടക്കുന്ന ഈ വിശാലമായ പർവ്വതം സ്വർഗത്തിന്റെ ഒരു കവാടത്തിങ്കൽ ഉണ്ടാവും എന്ന് പറയുമ്പോൾ സ്വർഗത്തിന്റെ വിശാലത എത്രയാണ്! ഈ പർവ്വതത്തിന്റെ മറ്റൊരു പ്രത്യേകത റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹാദാ ജബലുൻ യുഹിബ്ബുനാ വ നുഹിബ്ബുഹു. ഈ പർവ്വതത്തെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, ഈ പർവ്വതം നമ്മളെയും സ്നേഹിക്കുന്നുണ്ട്. നമ്മൾ ഈ പർവ്വതത്തെ സ്നേഹിക്കുന്നു, പർവ്വതം നമ്മളെയും സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് മുത്തുനബിനെ സ്നേഹിച്ച ഒരു പർവ്വതം കൂടിയാണ് നമ്മൾ ഈ കാണുന്ന പർവ്വതം. ജബലുൻ യുഹിബ്ബു വനഹ്നു നുഹിബ്ബു وتحت النبي اهتز المحب فكان الجواب أن اثبت أحد عليك نبي وخير الصحب فلانا وطاب لحسن الطلب أطاع النبي لقول وجاب فلانا وطاب لحسن الطلب أطاع النبي لقول وجاب. ആ പർവ്വതത്തിന്റെ മുകളിൽ കയറിയാൽ വല്ലതും ഭക്ഷിക്കണം, വല്ല പച്ച ഇലകളോ മറ്റോ കണ്ടാൽ അത് വായിലിട്ട് ചവക്കണം എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ അതിന്റെ മുകളിലേക്കൊന്നും കയറുന്നില്ല. ഇൻഷാ അല്ലാഹ് അടിയിലെ കാഴ്ചകളൊക്കെ കാണാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഒരു സൈഡിൽ മഹാനായ സയ്യിദുനാ ഹാറൂൻ നബി അലൈഹിസ്സലാം അവരുടെ മഖബറയുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ തുടങ്ങി ഒട്ടനേകം ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലം ഉഹദിലാണ് അപ്പൊ നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ മുമ്പ് നമ്മുടെ ഡ്രൈവർ ഉഹദിലുള്ള ഒരു മസറയിൽ, ഇവിടെ നമ്മളെ ഈത്തപ്പനത്തോട്ടങ്ങളുണ്ട്, അതിലൊക്കെ ഒന്ന് ഇറങ്ങാം, ഫോട്ടോകളൊക്കെ എടുക്കാൻ, നല്ല ഫോട്ടോത്തിന് പോസ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. കാര്യമായിട്ട് ഫോട്ടോകളൊക്കെ ഒന്ന് വൃത്തിയിലെടുത്തിട്ട് ചായ എന്തെങ്കിലുമൊക്കെ കുടിച്ചിട്ട് പെട്ടെന്ന് പോരാ. ഈത്തപ്പഴത്തിന് നമ്മൾ സാധാരണ 13 കൊടുക്കണേന് ഇവിടെ 20 കൊടുത്തിട്ട് അങ്ങനെ വാങ്ങാൻ ബോധ്യമുള്ളവർക്ക് അങ്ങനെ വാങ്ങും ചെയ്യാം. നല്ല കുറവുണ്ട് നോക്കിക്കോളി, കുറവുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് വാങ്ങാം. അധികവും മസറയിൽ പൈസ കൂടുതലാക്കാരം. പിന്നെ ഈ തോട്ടത്തിലത്തെ ഈത്തപ്പഴാണ് ഇത് എന്ന് കരുതി ആരും വാങ്ങരുത്. ഈ തോട്ടത്തിലത്തെ ഈത്തപ്പഴല്ല, അത് പുറത്തുനിന്നുള്ള ഈത്തപ്പഴം. ഓക്കെ ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഇറങ്ങിക്കോളി, കാഴ്ചകളൊക്കെ കണ്ടോലും. അള്ളാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉഹദിൽ ഒരുപാട് നേരം തേങ്ങി കരഞ്ഞ് ഒരുപാട് വിഷമിച്ച് നിന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിന്റെ ത്യാഗങ്ങളെ ഓർത്തുകൊണ്ടായിരുന്നു. ശ്രദ്ധിക്കും പറയുന്ന കേൾക്കുകയും. മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി
തങ്ങള് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ആ വീട് കിടക്കുന്ന രംഗം, കയ്യും കാലും മുറിക്കപ്പെട്ട്, കഴുത്ത് മുറിക്കപ്പെട്ട്, തലയോട്ടി കുത്തിപ്പൊളിക്കപ്പെട്ട്, കരള് പറിച്ച് ചീന്തി അത് ചവച്ചു തുപ്പിക്കിടക്കുന്ന ആ ഒരു രംഗം കണ്ടപ്പോൾ ഒരുപാട് നേരം ആ മയ്യത്തിന്റെ അരികിൽ നിന്നുകൊണ്ട് കരഞ്ഞു. ഓ ഹംസ, ഞാൻ നിങ്ങൾ അനുഭവിച്ചതുപോലെയുള്ള ഒരു വിഷമം നിങ്ങൾ ആരും അനുഭവിച്ചില്ലല്ലോ എന്ന് റസൂലുള്ള പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറെ നേരം സങ്കടപ്പെട്ട് അവിടെ നിൽക്കുമ്പോൾ അവിടെ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ആഗതനായിട്ട് പറഞ്ഞു, നബിയെ, ഹംസ റളിയല്ലാഹു അൻഹുവിനെ മലക്കുകൾ മുഴുവൻ സയ്യിദുശ് ശുഹദാ, അസദുൽ ഇലാഹ്, അസദു റസൂലുള്ളാഹ് എന്നുള്ള നാമങ്ങൾ വിളിച്ചുകൊണ്ട് ആദരിച്ചിരിക്കുകയാണ്. ശുഹദാക്കളുടെ ലീഡർ, അള്ളാഹുവിന്റെ റസൂലിന്റെ സിംഹം എന്നിങ്ങനെയുള്ള നാമങ്ങൾ ആദരിച്ചുകൊണ്ട് ഹംസ റളിയല്ലാഹു അൻഹു എല്ലാ ലോകത്തും അറിയപ്പെട്ടിരിക്കുകയാണ്. തങ്ങൾ വിഷമിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. ഈ കൊന്ന വഹ്ശി പിന്നീട് മുസ്ലിമായിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എളാപ്പയെ കൊന്ന വഹ്ശി പിന്നീട് മുസ്ലിമായിട്ട് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൈനിസ്തതഅത അൻ തഗീബ അന്നാ വജ്ഹക ഫഫഅൽ. ഓ വഹ്ശി, നീ എന്റെ മുന്നിൽ നിന്ന് പരമാവധി മാറി നിൽക്കണം കേട്ടോ. നിന്നെ കാണുമ്പോൾ എനിക്ക് എന്റെ എളാപ്പ മരണപ്പെട്ട് കിടക്കുന്ന രംഗം ഓർമ്മ വരികയാണ് എന്ന് പറഞ്ഞ് മുസ്ലിമായി ഈ മനുഷ്യൻ. പക്ഷെ എന്നിട്ടും മാറി നിൽക്കാനാണ് പറഞ്ഞത്. അത്രയും ആ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ത്യാഗങ്ങൾ, വിഷമങ്ങൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിനെ അലട്ടുമായിരുന്നു. അന്ന് ആ രംഗം നടക്കുമ്പോ പെണ്ണുങ്ങൾ ആരും അങ്ങോട്ട് പോകരുതേ എന്ന് റസൂലുള്ള പറഞ്ഞു. അനസ് റളിയല്ലാഹു അൻഹുവിനെ കാവല് നിർത്തി. 100 ചരിത്രങ്ങൾ പറയാനുണ്ട്. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്തിന്റെ ആ ഒരു രംഗം പെണ്ണുങ്ങൾക്കത് സഹിക്കാൻ ഒരിക്കലും കഴിയൂല. അതാ വരുന്നു ആങ്ങളയെ കാണാൻ പെങ്ങളായ സഫിയ ബീവി. അടുത്തെത്തിയപ്പോ അനസ് റളിയല്ലാഹു അൻഹു തടഞ്ഞു. മോനാണ്, ഞാൻ എന്തായാലും പോകുമെന്ന് പറഞ്ഞു. റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് പോകരുത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലി. റസൂലുള്ള പറഞ്ഞ പിന്നെ ആരും ഓവർടേക്ക് ചെയ്യൂല. അവിടെ നിന്നു. റസൂലുള്ളാഹിനോട് ഒരു സമ്മതം ചോദിക്കണം. എന്റെ ഹംസയെ അവസാനം ഒരു നോക്ക് കാണാൻ. എനിക്കറിയാം യുദ്ധക്കളമാണ്, ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാകാം, പക്ഷെ എന്നാലും എനിക്ക് എന്റെ ഹംസയെ ഒരു നോക്ക് കാണണമെന്ന് പറഞ്ഞ ആ പെങ്ങൾ വന്ന രംഗം ചരിത്രം ഹൃദയഹാരിയായി വേദനയോടെ കോരി അതിങ്ങനെ കോർത്തിണക്കി വെച്ചിട്ടുണ്ട് ഗ്രന്ഥങ്ങളിൽ. അവസാനം അള്ളാഹുവിന്റെ റസൂലിനോട് സമ്മതം ചോദിച്ചപ്പോൾ സമ്മതം കൊടുത്തു. ആ ശരീരത്തിന്റെ അരികിൽ സഫിയ ബീവി പോയി നിന്ന ഒരു രംഗം, കൈകാലുകൾ മുറിക്കപ്പെട്ട, അവയവങ്ങൾ മുഴുവൻ ഛേദിക്കപ്പെട്ട്, തലയോട്ടി കുത്തിപ്പൊളിക്കപ്പെട്ട്, കരള് മാന്തിച്ച് വലിച്ച് ചീന്തിയ ആ ഒരു ശരീരത്തിന്റെ അരികിൽ സ്വന്തം ആങ്ങളയുടെ ആ ശരീരം അങ്ങനെ കാണാൻ ഏത് പെങ്ങൾക്കാണ് കഴിയുക? കരഞ്ഞ് കരഞ്ഞ് ആ പെങ്ങൾ അവസാനം ഒരു തുണിയെടുത്ത് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കഷ്ണമായി കിടക്കുന്ന ശരീരത്തിന്റെ മുകളിലിട്ട് കൊണ്ട് പറഞ്ഞു, ഹംസ, നീ പോയത് സ്വർഗത്തിലേക്കാണല്ലോ എന്ന്. അത്രയും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ത്യാഗങ്ങൾ സഹിച്ച് അവരൊരുപാട് സങ്കടങ്ങൾ, ഒരുപാട് വിഷമങ്ങൾ, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച ഭൂപ്രദേശമാണ് ഉഹദ് എന്ന് പറയുന്നത്. ആ ഉഹദിന്റെ മരുഭൂമിയിൽ, ആ ഉഹദിന്റെ യുദ്ധഭൂമിയിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ പല്ല് അമ്പ് തട്ടിയിട്ട് ഷഹീദായിട്ടുണ്ട്. പല്ലിന് കംപ്ലൈന്റ് വന്ന് വീണ് പോയിട്ടുണ്ട്. അവിടുത്തെ നെറ്റിയിൽ അമ്പ് തറച്ചിട്ട് രക്തം ധാരധാരയായി ഒഴുകിയിട്ടുണ്ട്. ആ രക്തം നെറ്റിയിൽ ഇങ്ങനെ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊത്തിപ്പിടിച്ചുകൊണ്ട് ഒരു പാറക്കല്ലിന്റെ അരികിൽ ഇരുന്ന ഒരു ചെറിയ ഗുഹ ഇന്നും ഉഹദിന്റെ അടിഭാഗത്ത് ഒരു കസ്തൂരിയുടെ സുഗന്ധമുള്ള ആ ഗുഹ ഇന്നും കാണാം. ആ മുത്തുനബിയെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കയറ്റിക്കൊണ്ടുപോയി ഒരു മലയുടെ ഉഹദിന്റെ ഒരു പ്രത്യേക ഏരിയയിലേക്ക് കൊണ്ടുപോയി വെച്ചു. അവിടെ ജിബ്രീൽ വന്നു. അവിടെ പിളർന്നു നിൽക്കുന്ന ആ ഏരി ഇപ്പോഴും നമുക്ക് കാണാം. അതൊക്കെ സ്വന്തമായി ചെറിയ വാഹനത്തിൽ പോയാൽ ആ കാഴ്ചകളൊക്കെ കാണാം.
دار السلام وأرجو جوار النبي الكريم جوارا على سنة واحترام ونحفظ عهدا عليه نقيم. അങ്ങനെ ഉഹദിന്റെ അടിഭാഗത്തുനിന്ന് ഒരുപാട് മസ്ജിദുൽ ഫസ്ഹ് വിശാലത അറിയിക്കുന്ന പള്ളി, പിന്നെ ഒരുപാട് ചരിത്രങ്ങൾ പറയുന്ന പള്ളികൾ ഇൻഷാ അല്ലാഹ് അതിന്റെ അടിഭാഗത്തുണ്ട്. അതുപോലെ കാഴ്ച സ്ഥലങ്ങളുണ്ട്. ഇന്നും ആ സ്ഥലങ്ങൾ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഉഹദ് 1000 ഓർമ്മകളാണ് സമ്മാനിക്കുന്നത്. എല്ലാവരും നോക്കുക, ഈ കാണുന്ന ഇടത് ഭാഗത്ത് കാണുന്ന ഈ പരന്ന് കിടക്കുന്ന ചരിത്രം പറയട്ടെ, അവനോട് മുണ്ടായിരിക്കാൻ പറ. ഈ ഇടത് ഭാഗത്ത് കാണുന്ന ഈ വിശാലമായി കിടക്കുന്ന പർവ്വതമാണ് ഉഹദ് പർവ്വതം. ഇതിന്റെ ചരിത്രങ്ങൾ 2-3 ഞാൻ പറഞ്ഞു. ഒന്ന്, ഈ പർവ്വതം സ്വർഗത്തിലുണ്ടാകും, സ്വർഗീയ കവാടങ്ങളിൽ ഒന്നുണ്ട്. സ്വർഗത്തിൽ ഒരുപാട് വസ്തുക്കൾ ഉണ്ടാവും. ഒരു നായ സ്വർഗത്തിലുണ്ടാവും, അറിയില്ലേ? അസ്ഹാബുൽ കഹ്ഫിന്റെ നായ, വെള്ളിയാഴ്ച നമ്മൾ ഓതുന്ന കഹ്ഫ് സൂറത്തിൽ പറഞ്ഞ ചരിത്രത്തിലെ നായ അവർ സ്വർഗത്തിലുണ്ടാവും. അതുപോലെ തന്നെ മരത്തടികൾ, അള്ളാന്റെ റസൂല് മിമ്പർ ഖുതുബ ഓതുമ്പോൾ കയറി നിന്ന മിമ്പർ പുതിയതായി മാറ്റിയപ്പോൾ പഴയ മിമ്പർ കരഞ്ഞ ചരിത്രമുണ്ട്. ആ മിമ്പർ സ്വർഗത്തിലുണ്ടാവും. എന്നതുപോലെ സ്വർഗത്തിൽ മരങ്ങളുണ്ട്, ചില പ്രത്യേക ജീവികളുണ്ട്, ചില പ്രത്യേക മലകളുണ്ട്. അതിൽപ്പെട്ട ഒരു മലയാണ് ഉഹദ് പർവ്വതം. നാളെ സ്വർഗത്തിലുണ്ടാകും. ഇവിടെയുള്ള മറ്റൊരു പ്രധാനപ്പെട്ടത് ഹാറൂൻ നബിയുടെ മഖബറ ഇതിന്റെ ഈ മലയുടെ ആ വശത്തുണ്ട് എന്ന് ചരിത്രത്തിലുണ്ട്. അത് പിന്നീട് പൊളിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇവിടെ ഉള്ള ഏറ്റവും വിഷമകരമായ സംഭവം, ഇബ്നു അബ്ദുൽ വഹാബ് ഭരണമേറ്റെടുത്ത് മഖബറകളൊക്കെ തല്ലിപ്പൊളിക്കുകയാണ് കാര്യമായിട്ട് മുമ്പ് ചെയ്തത്. അങ്ങനെ സംഭവമുണ്ട്. അതുപോലെ തന്നെ ഉഹദില് ഈ മലയുടെ മുകളിൽ കയറിയാൽ അതിന്റെ ഇലകൾ എന്തെങ്കിലും കിട്ടിയാൽ തിന്നണമെന്ന് ഈ ഉഹദിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ ഉഹദിനെ കുറിച്ച് ഒരുപാട് ചരിത്രത്തിൽ പറയുന്നുണ്ട്. മഹാനായ ഹസൻ ബസരി തങ്ങൾ റബീഉൽ അവ്വൽ ആയതുകൊണ്ട് നമുക്ക് ഓർക്കേണ്ട ഒരു സംഭവമാണ്. ലൗ കാന ലി മിസ്ലു ജബൽ ഉഹദിൻ ദഹബൻ ലഅൻഫഖ്തുഹു അലാ ഖിറാഅത്തി മൗലിദിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് ഈ ഉഹദ് മലയുടെ അത്ര സ്വർണ്ണം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ സ്വർണം മുഴുവൻ എന്റെ ഹബീബ് ഉന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് ഓതാൻ വേണ്ടി ചെലവഴിക്കുമായിരുന്നു എന്ന് മഹാനായ ഹസൻ ബസരി തങ്ങൾ പറഞ്ഞത് ഈ ഉഹദ് മലയെ കണ്ടുകൊണ്ടാണ്. അത്രയും വിശാലമായിട്ട് സ്വർണ്ണം ഉണ്ടെങ്കിൽ പോലും ഒക്കെ നബിക്ക് വേണ്ടി ചെലവാക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ മഹാനാണ്. അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഉപമകളും ഉദാഹരണങ്ങളും ഉഹദ് മലയോളം എന്ന് പറഞ്ഞ ഒരുപാട് ഉദാഹരണങ്ങൾ പല ഹദീസുകളിലും പല ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ കാണുന്നത് ഈ ഉഹദ് മലയെ കുറിച്ചുള്ള വർണ്ണനകളാണ്. ഉഹദ് മലയെ കുറിച്ച് വർണ്ണിക്കാത്ത ഗ്രന്ഥങ്ങളില്ല. മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് വർണ്ണിക്കാത്ത പാട്ടുകളില്ല, സാഹിത്യങ്ങളില്ല, ലേഖനങ്ങളില്ല. എല്ലായിടത്തും ആ മഹാനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഉഹദും ഹംസ റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ എമ്പാടും നിറഞ്ഞു നിൽക്കുന്ന സംഭവങ്ങളാണ്. ഇനി ഇതിന്റെ അടിഭാഗത്ത് ചെറിയൊരു മലയുണ്ട്. ആ മലയുടെ പേരാണ് ജബലുർ റുമാത്ത്. എന്താണ് ആ ജബലുർ റുമാത്തിന്റെ ചരിത്രം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തിന്റെ മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, 50 ആളുകളെ തെരഞ്ഞെടുത്തിട്ട് നല്ല അമ്പയത്തിന് കഴിവുള്ള ആളുകളെ തെരഞ്ഞെടുത്തു. അതിൽ നല്ല കഴിവുള്ള 50 ആളുകളെ തെരഞ്ഞെടുത്ത് ഒരു മലയുടെ മുകളിൽ നിർത്തി. അവര് അതാണ് ആ മലയാണ് കാണുന്നത്. കണ്ടോ, കണ്ടില്ലേ? നമ്മളെ നേരെ മുന്നിൽ പള്ളി കണ്ടില്ലേ? രണ്ട് മുനാരുള്ള പള്ളി കണ്ടില്ലേ നേരെ മുന്നിൽ? ആ പള്ളിന്റെ മുന്നിൽ അത് ആളുകൾ കയറി നിൽക്കുന്ന ഒരു ചെറിയ മല, അവിടെയാണ് ആളുകളെ നിർത്തിയിരുന്നത്. അങ്ങനെ യുദ്ധം കഴിഞ്ഞു എന്ന് വിചാരിച്ച് അവരാ മലമെന്ന് ഇറങ്ങിപ്പോന്നപ്പോ ഈ മലയുടെ മറവിലൂടെ ശത്രുക്കൾ വന്ന്
ഉഹദിലൊരു വലിയ നഷ്ടങ്ങൾ റസൂലുള്ളാഹിന്റെ ശരീരത്തിന് അമ്പ് തട്ടിയതും യുദ്ധം കൊടുമ്പിരി കൊണ്ടതും 70 പിന്നെ മഹാന്മാര് ഷഹീദായതൊക്കെ കാരണം ഈ മലയുടെ മുകളിൽ നിന്നാണ്. അവിടുന്ന് ഇറങ്ങരുത് എന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ഇറങ്ങിയ പിന്നെ ഈ മലയുടെ മറവിൽ കൂടെ അങ്ങനെ ആളുകൾ വരുന്നത് കാണൂല. അങ്ങനെ ഈ മറവിലൂടെ പെട്ടെന്ന് വന്ന് യുദ്ധക്കളത്തിലേക്ക് അങ്ങോട്ട് ചാടി ശത്രുക്കൾ. അത് ആദ്യം ശത്രുക്കൾ പിന്തിരിഞ്ഞോടി. തങ്ങൾ പറഞ്ഞിരുന്നു, നിങ്ങൾ യുദ്ധം കഴിഞ്ഞാലും അതിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി വരരുത് എന്നാ പറഞ്ഞിരുന്നേ. ശത്രുക്കളൊക്കെ പിന്തിരിഞ്ഞോടി, ഗനീമത്ത് മുതലൊക്കെ പൊറുക്കൽ തുടങ്ങി. അങ്ങനെ ആയപ്പോ പിന്നെ എന്തായി, അവസാനം ഈ യുദ്ധം കഴിഞ്ഞല്ലോ നമുക്ക് ഇറങ്ങാന്ന് വിചാരിച്ച് പറയാതെ അവരെന്ത് ചെയ്തു, ഇറങ്ങിപ്പോന്നു. ആ മലയുടെ മുകളിൽ നിന്നാണ്, കണ്ടില്ലേ വലതുഭാഗത്ത് കണ്ടോ ആളുകൾ കയറി നിൽക്കുന്നതാണ് ജബലുർ റുമാത്ത്. جبل يحب ونحن نحب وتحت النبي اهتز المحب فكان الجواب أن اثبت أحد عليك نبي وخير الصحيب فلانا وطاب لحسن الطلب. 50 നമ്മൾ ചരിത്രത്തിൽ ഉഹദ് ചരിത്രം പഠിച്ചവർക്കൊക്കെ അറിയാം. 50 അമ്പെയ്ത്തുകാർ അവിടെ നിർത്തി അവരിറങ്ങിപ്പോന്നപ്പോഴാണ് ഈ മറവിലൂടെ ശത്രുക്കൾ വന്നത്. മുന്നിലുള്ളത് പിന്നെ പള്ളിയുടെ ഇപ്പുറം ഇടതുഭാഗത്ത്, നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോ ഇടതുഭാഗത്ത് കാണുന്ന വിശാലമായ ഏരിയയാണ് യുദ്ധം നടന്ന ഏരിയ. അപ്പൊ ഈ മലയുടെ മറവിൽ കൂടെ പെട്ടെന്ന് വന്ന് ശത്രുക്കൾ ചാടി. മലയുടെ മറവിലുള്ളത് മലയുടെ മുകളിൽ നിൽക്കുന്നവർക്ക് കാണാമായിരുന്നു, പക്ഷെ അവരിറങ്ങിപ്പോന്നു. അങ്ങനെ ഈ മറവിലൂടെ വന്ന് മുത്തുനബിയെയും സഹാബത്തിനെയും അവര് വല്ലാതെ വേദനിപ്പിച്ചു. അതാണ് റസൂലുള്ളാഹിന്റെ രൂപസാദൃശ്യമുള്ള ഒരു മഹാനായിരുന്നു മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. അവര് കൊല്ലപ്പെട്ടു. അതാണ് മുഹമ്മദ് കൊല്ലപ്പെട്ടു എന്ന് വാർത്ത പറഞ്ഞു. അപ്പോ നബി വഫാത്തായി എന്തിനാ അവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് എല്ലാവരും കൊണ്ട് ഓടി. അങ്ങനെയാണ് യുദ്ധത്തിൽ വലിയൊരു പരാജയം ഉണ്ടായത്, ചെറിയൊരു നാശനഷ്ടങ്ങൾ ഉണ്ടായത്. പിന്നീട് വിജയിച്ചു അൽഹംദുലില്ലാഹ്. പിന്നീട് 70 സഹാബിമാര് ഷഹീദായെങ്കിലും പിന്നീട് മുസ്ലിങ്ങൾക്ക് വിജയം കിട്ടി. അതായത് ഇതിന്റെ തുടക്കങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ആ ഉഹദിൽ ഇപ്പൊ നമ്മൾ കാണുന്ന നമ്മളെ നേരെ മുന്നിലുള്ളത് 4 മഹാന്മാരുടെ മഖ്ബറയും, അതായത് മുഹാജിറുകളായ 4 മഹാന്മാർ, അത് മക്കത്തുനിന്ന് മദീനത്തേക്ക് വന്ന 4 മഹാന്മാർ. അതിൽപ്പെട്ട ഒന്നാണ് മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു. മറ്റൊരു മഹാനാണ് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. മറ്റൊരു മഹാനാണ് അബ്ദുല്ലാഹി ബിൻ ജഹഷ് റളിയല്ലാഹു അൻഹു. മറ്റൊരു മഹാനാണ് ഷമ്മാസ് ബിൻ ഉസ്മാൻ റളിയല്ലാഹു. ഈ 4 മഹാന്മാരും മുഹാജിറുകളാണ്. ബാക്കി 66 പേര് മദീനക്കാരായ അൻസ്വാരികളാണ്. അങ്ങനെ 66 അൻസാരികളും 4 മുഹാജിറുകളും അടങ്ങുന്ന 70 മഹാന്മാരുടെ മഖ്ബറയാണ് ആ കെട്ടിന്റെ ഉള്ളിൽ. നേരെ മുൻഭാഗത്ത് നമ്മൾ കാണുന്നത് സയ്യിദു ശുഹദാ മസ്ജിദാണ്. ഈ വിശാലമായ പള്ളി ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊല ചെയ്യപ്പെട്ട ഏരിയകളാണ്. അവിടെ ഹംസ റളിയല്ലാഹുവിന്റെ പേരിൽ ഉണ്ടാക്കിയ മഖ്ബറയാണ്. ഉഹദ് പർവ്വതം, ജബലുർ റുമാത്ത് കുന്ന്, ഉഹദ് യുദ്ധം നടന്ന സ്ഥലം, ഉഹദ് ശുഹദാക്കൾ 70 പേര് മറവിട്ട് കിടക്കുന്ന സ്ഥലം, ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ പേരിലുള്ള പള്ളി, ഇങ്ങനെ വിശാലമായി പിന്നെ പരന്നു കിടക്കുന്ന അവരുടെ മഖ്ബറകള്, യുദ്ധം ചെയ്ത സ്ഥലങ്ങള്, ഇങ്ങനെയുള്ള കാഴ്ചകളാണ് ഇപ്പൊ നമുക്ക് ഇവിടെ കാണാനുള്ളത്. അൽഹംദുലില്ലാഹ് നമ്മൾ ഇവിടെ എത്തി. അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ. എല്ലാവരും അവിടെ എത്തി. ഉഹദ് ശുഹദാക്കളോട് അവരൊക്കെ ദീനിന് വേണ്ടി അവരെ കയ്യും കാലും ഒക്കെ എന്താണ് പോരാട്ടത്തിന് വേണ്ടി എല്ലാം കൊടുത്ത ആളുകളല്ലേ. നമുക്കൊരു ചെറിയ ചൂട് സമയത്ത് പോലും ഇറങ്ങാൻ പോലും നമുക്ക് എന്താണ് ക്ഷീണമുള്ള അവസ്ഥയാണ് നമുക്ക്. അപ്പൊ അവരൊക്കെ എത്രയാണ് ദീനിന് വേണ്ടി സഹിച്ചൊന്ന് ആലോചിച്ച് നോക്കി. ഇൻഷാ അല്ലാഹ് അവരുടെ കൂടെയൊക്കെ നമുക്കും സ്വർഗത്തിൽ കിടക്കണം. അള്ളാഹു അതിനെ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതിന് ഇവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതം നമ്മൾ നല്ല നിലക്കാക്കണം. ഉഹദിൽ വന്ന ഉഹദ് കണ്ട ഹംസ റളിയല്ലാഹു അൻഹുവിനെ സിയാറത്ത് ചെയ്ത ഈ പരിശുദ്ധമായ സ്വർഗത്തിലെ പർവ്വതങ്ങൾ കണ്ട നമുക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള പണികൾ എടുക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിന് ഉംറ കഴിഞ്ഞ് നാട്ടിലെത്തിയാലും ആ ഒരു വിശുദ്ധിയോടെ ജീവിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ വാഹനം ഇവിടെ പാർക്ക് ചെയ്യാണ്. ഇനി നമുക്ക് പറയാനുള്ളതൊക്കെ എന്താണ് കാണാനുള്ളതൊക്കെ ഇറങ്ങിയിട്ട് കാണാം ഇൻഷാ അല്ലാഹ്. നേരത്തെ ഇല്യാസ് ഉസ്താദ് പറഞ്ഞതുപോലെ അവിടെ പറ്റാവുന്ന രൂപത്തിൽ നിങ്ങൾക്ക് വെള്ളവും ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ കഴിച്ച് ഒന്ന് ഫ്രഷായി റാഹത്തായി നമുക്ക് ഉഹദ് ശുഹദാക്കളുടെ അടുത്തൊക്കെ പോകാം. അങ്ങനെ അവരെ സിയാറത്ത് കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് വാഹനത്തിലേക്ക് തന്നെ വരാം. നല്ല വെയിലുള്ള സമയമാണ്. ഇൻഷാ അല്ലാഹ് ഒക്കെ കൂടെ നിൽക്കുക, ഒപ്പം നിൽക്കുക. മൈക്ക് നമ്മളിത് കേടാണ്, എൻ്റെ മൈക്ക അതിൻ്റെ പിന്നെ ഇത് കാണാനില്ലാത്തത് കൊണ്ട്
സംസാരിക്കുന്ന ആ സ്പീക്കർ ഇല്ല, അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ഉള്ള സൗണ്ടിൽ അവിടുന്ന് ദ്വേർപ്പും ചെയ്യാം. എല്ലാവരും ഇറങ്ങുക ഇൻഷാ അല്ലാഹ്. എല്ലാവരും നല്ല ഭക്ഷണമൊക്കെ കഴിച്ചു. അവിടെ ഉഹദ് യുദ്ധം നടന്ന സ്ഥലമാണ് ഇത്, കണ്ടില്ല ഈ ഏരി. ഇവിടെ തന്നെയാണ് മഹാന്മാര് ശുഹദാക്കൾ. അവിടെ 70 ആളുകൾ ഈ കെട്ടിന്റെ ഉള്ളിലാണ്. ഹംസാ അള്ളാഹിന്റെ ഈ ഭാഗത്താണ് നമുക്ക് കാണാൻ ഇൻഷാ അല്ലാഹ്. പിന്നെ ഇതാണ് ഉഹദ് പർവ്വതം, കണ്ടില്ലേ വലിയ പർവ്വതം. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അള്ളാഹു ഈ മഹാന്മാരെ കൂടെ നമ്മുടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിയിട്ടാണ് ഈ വിശുദ്ധമായ റബീഉൽ അവ്വലിൽ ഇവിടെ വന്ന് അവരെ സിയാറത്ത് ചെയ്യുന്നത് അള്ളാഹു പരിഗണിക്കുമാറാവട്ടെ. ശരീഫ്. പിന്നെ ഇവിടെ 70 മഹാന്മാരുണ്ട്. അതിൽ 4 ആളെ ഞാൻ നേരത്തെ പറഞ്ഞു, മുഹാജിറുകളും ബാക്കിയുള്ള അൻസാരികളും. അപ്പൊ നമുക്ക് അവരോട് പ്രത്യേകമായിട്ടും മറ്റുള്ളവരോട് പൊതുവായിട്ടും സലാം പറയാണ്. അള്ളാഹു ഈ മഹാന്മാരെ കൂടെ നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. അസ്സലാമു അലൈക്കും യാ ശുഹദാ ഉഹദ്. 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 അസ്സലാമു അലൈക്കും യാ ഹംസത്തുൽ ഖറാ. عليك يا حمزة القرار. عم النبي صلى الله عليه وسلم. عم النبي صلى الله عليه وسلم. السلام عليكم يا مصعب بن عمير. السلام عليك يا مصعب بن عمير رضي الله عنه. رضي الله عنه. السلام عليكم يا شماس بن عثمان. السلام عليك يا شماس بن عثمان رضي الله عنه. رضي الله عنه. السلام عليكم يا عبد الله بن جحش. السلام عليك يا عبد الله بن جحش رضي الله عنه. رضي الله عنه. السلام عليكم. السلام عليكم يا شهداء أحد. شهداء أحد. السلام عليكم. السلام عليكم يا من دفنا. يا من دفنا في هذه المقبرة. في هذه المقبرة. السلام عليكم دار قوم مؤمنين. السلام عليكم دار قوم مؤمنين. وإنا إن شاء الله بكم لاحقون. وإنا إن شاء الله بكم لاحقون. ഇവിടെ 4 മഹാന്മാരുള്ളതും ഈ ഏരിയയിലാണ് അല്ലേ. 4 പ്രധാനപ്പെട്ട മുഹാജിറുകളുള്ളത് ഇവിടെയാണ്. നേരത്തെ പറഞ്ഞ അൻസാറുകൾ മൊത്തം 70 ആളാണ് ഇതിന്റെ ഉള്ളിൽ മൊത്തം ഉള്ളത്. ഉഹദ് ശുഹദാക്കൾ ടോട്ടല് 70 ആളുകളാണ് ഈ കെട്ടിന്റെ ഉള്ളിലുള്ളത്. ഈ സ്ഥലങ്ങളൊക്കെ യുദ്ധം നടന്ന ഭൂപ്രദേശമാണ് അല്ലേ. ഇതൊക്കെയാണ് ഇവിടെ ഉള്ള കാഴ്ചകൾ. ഏതായാലും ഇൻഷാ അല്ലാഹ് നമ്മൾ അള്ളാഹുവിന്റെ ഒരു തൗഫീഖ് കൊണ്ട് ഈ പുണ്യഭൂമിയിൽ ഉഹദിൽ ഖന്തക്കിൽ പോയി, ഉഹദിൽ പോയി, ബദറിൽ പോയി അള്ളാഹു എല്ലാം കബൂലാക്കി തരുമാറാവട്ടെ. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇവിടെയൊക്കെ വരുമ്പോ എന്താണ് ഇതിങ്ങനെ ചെറിയ രൂപത്തിലാക്കിക്കണത് എന്ന് തോന്നരുത്. ഇതൊക്കെ വലിയ കുബ്ബകളായിരുന്നു, വലിയ മുനാരങ്ങൾ ഉണ്ടായിരുന്നു. ആ കുബ്ബകളൊക്കെ പിന്നീട് ഒരു ഭരണാധികാരി തകർത്തതാണ്. വിദേഹത്തിന്റെ ഒരു ഭരണാധികാരി തകർത്താണ്. ഇപ്പൊ അൽഹംദുലില്ലാ ഇവിടെ മുമ്പ് സിയാറത്ത് ചെയ്യാനും അയച്ചിരുന്നില്ല. ഇപ്പൊ സിയാറത്ത് ചെയ്യാൻ ഇപ്പൊ അടുത്ത് തുടങ്ങിയിട്ടുള്ളൂ നമുക്ക് സമ്മതം. മറ്റേത് ഇവിടെ വരുമ്പോ 4 ഭാഗം പോയി പോലീസും മുത്തവ്വമാരും നിന്നിട്ട് നമ്മളെ ആട്ടിവിടിയിരുന്നു. ഇപ്പൊ ഏതായാലും അൽഹംദുലില്ലാ സിയാറത്തിന് പറ്റുന്നുണ്ട്. അള്ളാഹു ഇനിയും ഇവിടെ നല്ല കുബ്ബകളും നമ്മുടെ നാട്ടിലുള്ള അതിനേക്കാളും റാഹത്തായിട്ട് നല്ല സംവിധാനങ്ങളൊക്കെ വന്ന് ആ മഹാന്മാരെ ആദരവിനനുസരിച്ചിട്ടുള്ള ഒരു സ്ഥാനം ഉള്ളിലുണ്ട്. അതേമാതിരി പുറത്തും ആ ഒരു സ്ഥാനം അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. അർഹമുർ റഹീമായ റബ്ബ് ആ മഹാന്മാരുടെ പൊരുത്തവും ഗുരുത്വവും അതൊന്നും കാവല് നമുക്ക് നൽകുമാറാവട്ടെ. ഒരു ശുഹദാക്കളാണ്, ശുഹദാക്കൾ ലീഡറാണ് ഹംസാ റളിയല്ലാഹു. ഒരു സ്വർഗത്തിലാണ്. നമുക്ക് സ്വർഗത്തിൽ ഇനിയിപ്പോ നാട്ടിലൊക്കെ എത്തിയാലും ഉമ്മമാരും നമ്മളെ സഹോദരങ്ങളൊക്കെ എന്ത് ചെയ്യുക, നാട്ടിലൊക്കെ എത്തിയാലും ഹംസാ റളിയല്ലാഹുവിന്റെ പേരിൽ ഫാത്തിമാവിയുടെ ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാന്മാരുടെ പേരിൽ മക്കത്ത് മദീനത്ത് ജന്നത്തുൽ ബഖീൽ നമ്മൾ പോയി ഇൻഷാ അല്ലാഹ് കാണാത്ത നാളെ കാണാൻ, എന്ന് രാത്രി എപ്പോഴെങ്കിലും കാണാം. അതുപോലെ ജന്നത്തുൽ മുഅല്ല പോയി, ഖദീജവിന്റെ അടുത്ത് പോയി, മൈമുനാവിന്റെ അടുത്ത് പോയി. അവരൊക്കെ ഹളറത്തേക്ക് നാട്ടിലെത്തി ഒരു ഫാത്തിഹ ഓതിയിട്ട് എല്ലാവരും ഇവരൊക്കെ മനസ്സിൽ കരുതി ആ സ്നേഹം നിലനിർത്തിയാൽ ഇൻഷാ അല്ലാഹ് ഓലെ കൂടെ നമുക്ക് സ്വർഗത്തിൽ പോകാം. അള്ളാഹു നമുക്ക് അതിന് ഭാഗ്യം നൽകുമാറാവട്ടെ. നമ്മളെ ഈ വരവും ഈ സിയാറത്തും ഒക്കെ അള്ളാഹ് പരിഗണിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളെ ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടുത്തുമാറാവട്ടെ. മുത്തുനബിന്റെ രക്തമുറ്റി വീണ മണ്ണാണ്. ഹംസാ റളിയല്ലാഹുവിന്റെ ശരീരം പെടഞ്ഞ് മരിച്ചുപോയ മണ്ണാണ്. ഒരുപാട് ശുഹദാക്കളുള്ള മണ്ണാണ്. ഓലൊക്കെ ദീനിനു വേണ്ടി കുറെ ചെയ്തു. അള്ളാഹു നമുക്കും നമ്മളെ നാട്ടിലെത്തിയാലും നമ്മളെ ശരീരം കൊണ്ട് ഇബാദത്ത് ചെയ്തിട്ട്, അതുപോലെ നമ്മളെ പള്ളികള്, മദ്രസകള്, ദർസുകള്, നാട്ടിലുള്ള എല്ലാ സംവിധാനങ്ങളും ദീനിനു വേണ്ടി നമ്മളെ പൈസ കൊടുത്തിട്ടും നമ്മളെ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടൊക്കെ അള്ളാഹിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കാൻ
അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഓലൊക്കെ പോകുന്ന സ്വർഗത്തിക്ക് അങ്ങനെ പോകാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കൂട്ടത്തിലുള്ള നാട്ടിലുള്ള പല ആളുകളുണ്ട് ഇവിടെ വരാത്തവർക്കൊക്കെ ഇവിടെ വരാനുള്ള ഒരു ഭാഗ്യം അള്ളാഹു നൽകുമാറാവട്ടെ. നമുക്ക് അള്ളാഹു പല പ്രാവശ്യം വരാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. പടച്ചോൻ നമ്മളെ ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടുത്തട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.